റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും പഞ്ചനക്ഷത്ര പരിശീലനം. 250-ൽ താഴെ മാത്രം വരുന്ന GST ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഖജനാവിൽ നിന്ന് 48 ലക്ഷം രൂപ ചെലവഴിച്ച് പരിശീലനം നടത്തുന്നത്. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഇവർക്കുള്ള താമസം. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിശീലനങ്ങൾക്ക് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് മറികടന്നാണ് GST ഉദ്യോഗസ്ഥർ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്ന പഞ്ചനക്ഷത്ര പരിശീലനത്തിന്റെ വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ പഞ്ചനക്ഷത്രം, അത് പുറത്തു വന്നിട്ടും ഒരു കൂസലുമില്ല. ഇക്കൊല്ലവും പഞ്ചനക്ഷത്രം. പരിശീലനത്തിന് പഞ്ചനക്ഷത്രം ഒരു മസ്റ്റാണോ? ഇത് സർക്കാരിന്റെ എല്ലാ വകുപ്പുകൾക്കും കിട്ടുമോ? സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ട വകുപ്പാണ് GST വകുപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പണം വാരിയെറിഞ്ഞ് പരിശീലനം നടത്തുന്നതിൽ മുൻപന്തിയിലാണ് GST ഇന്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചു എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. സുജിയ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെയാണ് 46 ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ചുള്ള പരിശീലനത്തിന്റെ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. അന്ന് അതിന്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടി ആക്രി കടകളിൽ അവർ റെയ്ഡ് നടത്തി. എന്നിട്ട് പറഞ്ഞത് 1190 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. അങ്ങനെ 209 കോടി രൂപ തിരിച്ചെടുത്തു എന്നാണ്. പക്ഷേ ഒരു വർഷത്തിനിപ്പുറം നിയമസഭയിൽ ചോദിച്ച സമയത്ത് എത്ര കോടി രൂപ സർക്കാരിന് കിട്ടി എന്ന സമയത്ത് കണക്കുകൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചു വരുന്നതേ ഉള്ളൂ എന്നുള്ളതായിരുന്നു മറുപടി. അതായത് എത്ര കിട്ടിയെന്ന് ഇപ്പോഴും മറുപടിയില്ല. അതിനർത്ഥം കാര്യമായി ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇന്നു മുതൽ വീണ്ടും തുടങ്ങുന്നു സുജയ. ശസ്ത്രക്രിയ ചെയ്യാൻ ഉപകരണങ്ങൾ വാങ്ങാൻ പൈസയില്ലാത്ത നാട്ടിലാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് പരിശീലനം നടത്തുന്നത്. സർക്കാരിന്റെ 2023 ഉത്തരവുണ്ട് ധനകാര്യ വകുപ്പിന്റെ. സർക്കാർ പരിശീലനങ്ങൾ മുഴുവൻ സർക്കാരിന്റെ സംവിധാനത്തിലാകണമെന്ന്. കൊച്ചിയിൽ IMG പോലെ അതിമനോഹരമായ സ്ഥാപനങ്ങൾ നിലനിൽക്കെയാണ് മറ്റ് ഏജൻസികളെ ഏർപ്പാടാക്കിക്കൊണ്ട് ഷെറാട്ടൺ നോവൽറ്റി പോലെയുള്ള ഹോട്ടലുകളിൽ മുറിയെടുത്തത്. അതിലുമുണ്ട് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച ജോൺസൺ ചാക്കോയെ പോലെയുള്ള വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരും അവരെ പിന്നീട് ഈ ജോലിയിലേക്ക് എടുത്തിരുന്നു, താൽക്കാലികമായി എടുത്തിരുന്നു. അവരുൾപ്പെടെ ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ എന്തിന് 1/2 കോടിയോളം രൂപ പൊടിപൊടിച്ചുള്ള ഈ പരിശീലനം എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സുജയ, TV പ്രസാദ്, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയങ്ങ് ആയിക്കോട്ടെ എന്നുള്ള ഒരു മനോഭാവമുണ്ടോ? കാരണം ചോദിച്ചു പോകാൻ കാരണം കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശീലനത്തിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നതാണ്. ആദ്യത്തേതാണെങ്കിൽ നമുക്ക് അബദ്ധമെന്ന് പറയാം, ആവർത്തിക്കുമ്പോൾ അതിനെ അബദ്ധമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും അത് തന്നെയാണ്. GST ഉദ്യോഗസ്ഥരെയും GST ഡിപ്പാർട്ട്മെന്റിലെ പ്രബലരെയും ചോദ്യം ചെയ്യാൻ നമ്മുടെ മന്ത്രിമാർക്കുൾപ്പെടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ വളരെയേറെ ശക്തരാണ്. നമുക്കറിയാവുന്നതുപോലെ ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട അതിന് നേതൃത്വം നൽകുന്നവരാണ് ഈ പഞ്ചനക്ഷത്ര പരിശീലനത്തിനും നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടായിരിക്കണം ധനവകുപ്പിന്റെ തന്നെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് മറ്റൊരു ഉത്തരവ് സ്വന്തമാക്കിക്കൊണ്ട് ഇത്തരമൊരു പരിശീലനം നടത്താൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നത്. പരിശീലനം നടത്തണം, നടത്തണ്ട എന്നല്ല നമ്മൾ പറയുന്നത് സുജിയ. മറിച്ച് ഇതെല്ലാം നടത്താനുള്ള സംവിധാനം നമ്മൾ സർക്കാർ ഒരുക്കിയിരിക്കെ, IMG പോലെയുള്ള സ്ഥാപനങ്ങൾ അവിടെ നിലനിൽക്കെ എന്തിനാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇത്രയേറെ പണം വാരിയെറിയുന്നത് എന്ന ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. അങ്ങനെ ഉയർത്തിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിൽ ആക്രിക്കടത്തിന്റെ സ്ഥലത്ത് 100 കണക്കിന് ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ടുള്ള റെയ്ഡ് നടത്തിയത്. അന്ന് GST ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ ഒരു റെയ്ഡ് ഇപ്പോൾ നടക്കാനുള്ള കാരണം വാർത്ത വന്നത് മറക്കാനാണ് എന്നുള്ളത്. പക്ഷെ എന്നിട്ടും ഇക്കൊല്ലവും അതേപോലെ 48 ലക്ഷം രൂപ ചെലവഴിക്കുന്നു എന്നുള്ളത് ധൂർത്താണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അതിന് നടപടിയെടുക്കേണ്ടത്, ഇനി ഇത് ആവർത്തിക്കാതിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ വകുപ്പ് മന്ത്രിയും വകുപ്പിലെ ഉന്നതരുമാണ്. പക്ഷേ അത് ചെയ്യുന്നില്ല. എനിക്കൊരു സംശയം, ഇനി ഈ വകുപ്പിന് ഇങ്ങനെയുള്ള ഒരു പരിശീലനത്തിന്, അതായത് പഞ്ചനക്ഷത്ര പരിശീലനത്തിനുള്ള പ്രത്യേക വകുപ്പ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അറിയാത്തതാണോ? പഞ്ചനക്ഷത്ര പരിശീലനം എന്നുള്ളത് ഒരു കാരണവശാലും അവർക്ക് അങ്ങനെ നടത്തേണ്ട സാഹചര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. IMG പോലെയുള്ള കെട്ടിടങ്ങളിൽ എല്ലാ സൗകര്യവും സർക്കാർ ഒരുക്കി നിർത്തുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതുകൊണ്ട് തന്നെയാണ് 2023 ധനകാര്യ വകുപ്പ് അങ്ങനെ ഒരു ഉത്തരവിറക്കുകയും ചെയ്തത്. അതായത് വകുപ്പുകളുടെ, സർക്കാരിൻ്റെ വിവിധ ഉദ്യോഗസ്ഥരുടെ പരിശീലനങ്ങളെല്ലാം സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ആകണം എന്നുള്ളത്. പക്ഷേ അതിനെ മറികടക്കാൻ
ഇവർക്ക് യഥേഷ്ടം കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സുജയ, നമുക്കറിയാവുന്നത് ഇത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഉല്ലാസ പരിപാടിയായി മാറുന്നു. GSTയിലെ പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥൻ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് ഉൾപ്പെടെ പ്രമുഖരായ മറ്റ് വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ യാത്രയപ്പുകൾ ഉൾപ്പെടെ ഇത്തരം ക്യാമ്പുകളിൽ നടക്കും എന്നുള്ളതാണ്. അതെല്ലാം നടന്നോട്ടെ, പക്ഷേ അതെന്തിനാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നത്? ഇവരുടെ പ്രധാന ദൗത്യം നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാശ് എടുത്ത് കൊടുക്കാനുണ്ട്. അതാണ് ഇതിലെ വൈരുദ്ധ്യമായി ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല, പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പരിശീലനത്തിന് കാശുണ്ട് എന്നതുകൂടി വെളിവാക്കുന്ന ഒരു പരിപാടി കൊച്ചിയിൽ നടക്കുകയാണ് സാർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് എത്ര വിമർശനം കേട്ടാലും. താങ്ക് യു TV പ്രസാദ്. കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താം നമുക്ക് TV പ്രസാദിലേക്ക്.